എടാ നമ്മൾ ഈ മലയാളികളൊക്കെ പൊട്ടന്മാരാടാ. എന്താ അറിയോ, നമ്മൾ ഈ ഫാൻ്റെ ഒക്കെ കേടന്നാല് നേരെ അതായത് കീറലൊക്കെ നേരെ ഒഴിവാക്കൂലേ. സംഭവം ഈ ഫാൻ്റെ ഒഴിവാക്കാനുള്ളതല്ല. എന്താ ആൾക്കാരോ ഇത് കണ്ടോളി. നിങ്ങൾ ഇതേമാതിരിക്ക് സഞ്ചിയാക്കി വയ്ക്കാം അല്ലേ. നമ്മൾ വെറുതെ 1000 റുപ്യ കൊടുത്താണ്ട് ഫാൻ്റെ ആക്കിയാണ്ട് വെറുതെ നാശാക്കണോ അല്ലേ റൈസേ? എന്താലേ ചങ്ങായിമാര് രാത്രി 12 മണിക്കില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി സാധനം വെക്കാൻ പോയി. കുടിക്കുന്ന ചായക്കില്ലേ കാപ്പിക്ക് ചെറിയ ക്ലാസ്സിന് തന്നെ വെറും 60 റുപ്യൻ്റെ അവസ്ഥയാണ്. എന്താ ചെയ്യാ? ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചാ ഈ ചായന്റെ ഒക്കെ വില പൊന്നോ. കാപ്പിക്ക് എത്ര വില? എന്താ റേസ് ഇത് വാങ്ങണില്ലേ? പൈച്ചിടാൻ ഇറങ്ങിയതോ അതിന്റെ അട്ടാ റൊട്ടി റൊട്ടി 150 റൊട്ടി കറി 150 റുപ്യ. 150 റുപ്യ വാങ്ങുന്നുണ്ടോ? എന്തേ കഴിക്കണ്ടേ? ഈ കറിയും സംഭവം നമ്മൾ നേരത്തെ അവിടെ 50 റുപ്യ കഴിച്ച് അവിടെ നമ്മൾ കത്തിയറിനാണ്ട് ഇപ്പൊ ഇവിടത്തെ ഇപ്പോ 150 റുപ്യ. ചങ്ങായിമാർ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിലത്തെ ഈ ഫ്രൂട്ടിക്ക് ഏകദേശം ഏറിപ്പോയാൽ ഇതിന് എത്ര റുപ്യ ഉണ്ടാവുമല്ലോ? ഫ്രൂട്ടിക്ക് 20 റുപ്യ ഉണ്ടാവും, അല്ലെങ്കിൽ 30 റുപ്യ ഉണ്ടാവും. ഇവിടെ നോക്കി നിങ്ങൾ ഒരു ഫ്രൂട്ടിന്റെ വില ഇതിന് 60 റുപ്യ ഈ ഫ്രൂട്ടിക്ക്. ഈ സാധനത്തിന് ഇതാ ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ 30 റുപ്യക്ക് വാങ്ങി കുടിച്ച സാധനമാണ്. ഇതിന് ഇവിടെ 100 റുപ്യ. ഇതാ പിന്നെ ഈ സംഭവം ഇതാ ഈ സാധനം ഇതിന് ഏകദേശം ഏറിപ്പോയാൽ 25 റുപ്യ ഉണ്ടാവുള്ളൂ. ഇവിടെ 125 റുപ്യ. എന്തായാലും അവസാനം വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളത്തിന് തന്നെ ഇവിടെ 30 റുപ്യ 40 റുപ്യ കൊടുക്കണം. ഗതികെട്ട ലോകത്ത് റൈസ് ബുദ്ധിക്ക് കളിച്ചു ഗായ്സ്. അങ്ങനെ ബ്രെഡിന് എത്ര പേരണേ? 50 റുപ്യ വന്നോ? ഈ ചെറിയ ബ്രെഡിന് 50 റുപ്യടാ. ഈ ചെറിയ ബ്രെഡിന് 50 റുപ്യ. ഇത് എയർപോർട്ടൊക്കെ വലിയ എയർപോർട്ടൊക്കെ കയറി ഫീലായി ഇപ്പം. ഇങ്ങനെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു മണാലി കാണണം. അതെന്തില്ല അങ്ങനെ മണാലി ബസ് എന്തിനും വരാം ബസ് കയറ്റിയുള്ള സ്ഥലം അവിടെ എത്തി. അവിടെ മണാലി ബസ് സ്റ്റാൻഡ് കേട്ടോ. അവിടെ കണ്ടോ ഐസും കട്ടനും ഐസ് കാണുന്നത്. ഇവിടെ ഒന്നും അല്ല അവിടെ അല്ല കണ്ടോ. അവിടെ മേലെ കണ്ടോ ഐസാണ്. ഇൻഷാല്ലാ അങ്ങോട്ട് എത്തുന്നുള്ളൊരു പ്രതീക്ഷ. നമ്മളിവിടെ റൂമിലെത്തി. നമ്മൾ റൂമിലേക്ക് പോകണം. ഏതാ സെറ്റപ്പ്? ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ മണാലിയിൽ നിന്നുള്ള ഫസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ മണാലിക്ക് എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റാക്കി തന്ന ഇക്കാനെ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയ കേട്ടോ. ഇതാണ് നമ്മളെ മണാലിയിലെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്ന നമ്മളെ ഇക്ക. അസ്സലാമു അലൈക്കും. ഇത് നിങ്ങളുടെ വണ്ടിയല്ലേ? അല്ലാ, ഇത് ഏകദേശം എത്ര കാലം എന്നെ അവിടെ നിർത്തി വെച്ചിട്ട്? 2-3 കായോ? മാസം. അങ്ങനെ ഓ നരി സാധനം. ഏതായാലും അപ്പൊ റൈസിന്റെ ഒരു ഡ്രീമാണ്. അങ്ങനെ റൈസിന്റെ അടുത്ത ആഗ്രഹമാണ് ഇതേമാതിരിക്ക് ബുള്ളറ്റിങ്ങിലൊക്കെ വരണത്. അല്ല നടന്നാ മതി. വേറെ ഇവിടെ വന്നിട്ട് കുഴപ്പമൊന്നുണ്ട്. ഈ സാധനം അടിപൊളിയാണ്. നമ്മൾ വിചാരിച്ചേക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര കൊടൂര തണുപ്പ് വിചാരിച്ചിന്. പക്ഷെ ഇവിടെ ഇങ്ങനെ സൂര്യൻ കാര്യങ്ങളൊക്കെ നല്ല ഉദിക്കണോണ്ട് വലിയ പ്രശ്നം. എന്നാലും ഭയങ്കര തണുപ്പ് തന്നെയാണ്. ഇതിന് മേലൊക്കെ ഐസും കട്ടിയും സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ലേറ്റായിട്ട് ചായ മാത്രം കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഒക്കെ കുടിച്ചൊക്കെ സെറ്റായിട്ട് മേലേക്കൊക്കെ ഒന്ന് പോകണം. സംഭവം അടിപൊളിയാണ് ഗൈസ്. ഇവിടേക്ക് സൺസെറ്റ് കാണാൻ എന്താ രസം. എൻ്റെ മോനെ വേറെതോ ലുക്ക്. കുട്ടികൾ സ്കൂളൊക്കെ ആക്കി കൊടുക്കണം. ഇവിടുത്തെ ആളുകളൊന്നും നമ്മൾ ഡൽഹിയിൽ നിന്നുണ്ടായിരിക്കും വലിയ മെയിൻ്റെ ഒന്നും ഇല്ല. മെയിൻ്റെ ചെയ്താലും മെയിൻ്റെ ചെയ്യും. പക്ഷെ എന്താ അറിയില്ല, കമ്പനി ആവണം ഇവിടെയൊക്കെ. സെറ്റാക്കണം. ഹായ് അവിടെ തരി ചെങ്ങായി. കാണണ്ടോ ക്ലിയർ അല്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഏതായാലും ഒക്കെ ഒന്ന് കാണാം. എങ്ങനെയെടുത്ത സെറ്റപ്പും എല്ലാ സംഭവങ്ങളും പറഞ്ഞിട്ട് ഞാൻ സെറ്റാക്കി തരണം കേട്ടോ. ഇതാ മേലെ ഐസും കാര്യങ്ങളൊക്കെ ഇതാ മേലെ കാണണേ. അവിടെ മേലെ കാണണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഇനി നമ്മളെ റൂം കാണിച്ചു കേട്ടോ. നമ്മൾ റൂമിലേക്കാണ് പോണേ. സംഭവം അടിപൊളിയാണ്, എല്ലാം കൊണ്ടും സെറ്റാണ്.
റൂമൊക്കെ കിടില ആംബിയൻസ് കേട്ടോ. ഓ ഏതോ ലക്ഷറി റൂമിക്ക് കയറിയ ഫീലാണ് ഗൈസ്. നമ്മളെ റൂം 101 കാണിച്ചുതരാം 101 ഇതാ. ദിസ് ഇസ് നമ്പർ 101. ഇപ്പം തുറക്കാം. ഹലോ ഹായ്. എങ്ങനെയുണ്ട് ബാത്റൂമത്തെ അവസ്ഥ? അല്ലാണ്ട് എന്ത് പറയാനല്ലേ ഉണ്ടോ? അത് തണുപ്പ് കുറച്ച് ഓവറാട്ടോ, ശ്രദ്ധിച്ചോ ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. ഏതാ വിൻഡോ കൂടെ നമ്മൾക്ക് വിൻഡോയിലൂടെ എല്ലാം കാണാം ഉണ്ടോ. മേലെ ഇതാ ഐസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റൂമൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങളൊന്ന് ലഗേജ് ഒക്കെ ഇടാണ്ട് ചെരിഞ്ഞേക്കാണ്. കടുക്കാനുള്ള സെറ്റപ്പും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ പാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സെറ്റാക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.